നമസ്കാരം. ഓരോ നിമിഷവും പ്രവചനാതീതമാണ്. അടുത്ത നിമിഷം വ്യത്യസ്തമായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നതാണ്. ഇതിൽ ആദ്യത്തെ ചിത്രമായി പരാമർശിക്കുന്നത് വെറ്റിലയാകുന്നു. രണ്ടാമത്തെ ചിത്രം അടയ്ക്കയാണ്. ഇത്തരത്തിൽ തന്നിരിക്കുന്നതായ ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം ധ്യാനിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ശുഭകരം. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും വെള്ളിയാഴ്ച നടത്തുന്ന മഹാലക്ഷ്മി പൂജയുടെ ഭാഗമാകുവാൻ ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ചിത്രമായ വെറ്റിലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ആഗ്രഹിച്ചതായ കാര്യങ്ങൾ അത് മനസ്സിൽ വളരെ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ അത് നടക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. ചില തടസ്സങ്ങൾ വന്നു ചേരാം. എന്നാൽ ആ തടസ്സങ്ങൾ വന്നു ചേരുമ്പോൾ അത് നടക്കില്ല എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കടന്ന് വരാവുന്നതാകുന്നു. എന്നാൽ അത്തരം നെഗറ്റീവായ ചിന്തകൾ ഒഴിവാക്കി ആഗ്രഹ സാഫല്യത്തിനായി ശ്രമിക്കുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. അതിനാൽ ഇത്തരത്തിൽ വന്നു ചേരുന്ന പ്രതിബന്ധങ്ങളെ ശരിയായ രീതിയിൽ തരണം ചെയ്ത് മുന്നോട്ട് പോവുക. കുടുംബത്തിൽ അഭിവൃദ്ധി സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത് പെട്ടെന്ന് തന്നെ സംഭവിക്കണം എന്നില്ല, എന്നാൽ അതിനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ സമ്മാനിക്കും എന്ന കാര്യവും ഓർക്കുക. സൽസന്താന ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. വളരെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സൽസന്താനങ്ങളെ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രധാനമായും ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ കടന്ന് വന്നു എന്ന് വരാം. അതിൽ പ്രധാനപ്പെട്ടത് യാത്രകൾ തന്നെയാകുന്നു. അത് നാട്ടിലോ അല്ലെങ്കിൽ പുറത്തേക്കോ പോകുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. എന്നാൽ ഇത്തരത്തിൽ വന്നു ചേരുന്നതായ യാത്രകൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് തിരഞ്ഞെടുക്കണം എന്ന കാര്യവും ഓർക്കുക. ധൃതിയിൽ അഥവാ വളരെ തിരക്ക് പിടിച്ച് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുവാൻ പാടുള്ളതല്ല. ശ്രദ്ധയോടെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ 45 ദിവസങ്ങൾക്കുള്ളിൽ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും അനുകൂലമാകുവാൻ അല്ലെങ്കിൽ ചില സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരും എന്ന് തന്നെ പറയാം. ഈ സമയം ഗുണാനുഭവങ്ങൾ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. പെട്ടെന്ന് എടുത്തു ചാടി ഒരു കാര്യവും ഇപ്പോൾ ചെയ്യാതിരിക്കുക എന്നതാണ് ഓർത്തിരിക്കേണ്ടത്. അതായത് പെട്ടെന്ന് നിങ്ങൾ മറ്റൊരു വ്യക്തിയുടെ പ്രേരണയാൽ ചെയ്യുന്ന അല്ലെങ്കിൽ മനസ്സിൽ ചിന്തിക്കാതെ, അതായത് ശരിയായ രീതിയിൽ ചിന്തിക്കാതെ എടുക്കുന്നതായ ആ തീരുമാനങ്ങൾ നിങ്ങൾക്ക് നഷ്ടമോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ദുഃഖങ്ങൾ നൽകുന്നതായ കാര്യമായി മാറുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധയോടെ തന്നെ ചിന്തിച്ച് നിങ്ങൾ ചെയ്യണം അഥവാ മുന്നോട്ട് പോകണം എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം മറ്റൊരു കാര്യം കൂടി ഓർക്കുക. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകളുണ്ട്. അത് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രകടമാകും എന്ന് തന്നെ പറയാം. ഇപ്പോൾ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എടുക്കുന്നതായ തീരുമാനങ്ങൾ അത് ശ്രദ്ധാപൂർവം എടുക്കാത്തതിനാൽ നഷ്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിച്ച അല്ലെങ്കിൽ ആലോചനയില്ലാതെ തീരുമാനങ്ങൾ എടുത്ത മനസ്സിൽ സംശയം നൽകുന്ന ആ കാര്യങ്ങളിൽ നിന്നും തൽക്കാലം മാറി നിൽക്കുന്നതാണ് ശുഭകരം എന്ന കാര്യം ഓർക്കുക. അത് വലിയ നഷ്ടങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നതുമാകുന്നു. മുൻപത്തെ പല കാര്യങ്ങളും മനസ്സിൽ ആലോചിച്ച് വിഷമിക്കുന്നവരാണ് നിങ്ങൾ. അതിൽ മാറ്റങ്ങൾ വന്നു ചേരേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കുക. ഈ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ തീർപ്പുണ്ടാക്കുന്നതിന് ഉചിതമല്ല സമയം എന്ന കാര്യം ഓർക്കുക.
അതിനാൽ തന്നെ മനസ്സിൽ വരുന്ന പല ചിന്തകളും നിങ്ങൾ നെഗറ്റീവായ ചിന്തകളും ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റു ചിലരിൽ നിന്നും ചില കൃത്യമായ ഉപദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത് നിങ്ങൾക്ക് പല രീതിയിൽ അനുകൂലമായി ഭവിക്കുന്നതുമാകുന്നു. പല കാര്യങ്ങളും സ്വയം വിശകലനം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായിരുന്നതായ വിഷമതകൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശരിയേത് തെറ്റേത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക. സംസാരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. സംസാരത്താൽ ചില നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോവുക. പ്രതീക്ഷിക്കാത്തതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായി ഭവിച്ചു എന്ന് വരാം. ഭാവിയെക്കുറിച്ച് പല കാര്യങ്ങളിലും ടെൻഷനുകൾ അഥവാ ആകുലതകളുണ്ട്. എന്നാൽ അത് മറികടന്ന് മുന്നോട്ട് പോവുക. ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ഇഷ്ടദേവതയെ ഭജിക്കുന്നതും ഇഷ്ടദേവത മന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ട് പോകുന്നതും സർവ്വ ഈശ്വരപ്രദം തന്നെയാകുന്നു. രണ്ടാമത്തെ ചിത്രമായ അടക്കയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നിട്ടിറങ്ങുന്നവരും എന്നാൽ ഇപ്പോൾ പല കാര്യങ്ങളിലും നിരാശ നേരിടുന്നവരുമാണ് നിങ്ങൾ എന്ന് നിസ്സംശയം പറയാം. കാരണം പ്രതീക്ഷിച്ച് ഇറങ്ങുന്നതായ പല കാര്യങ്ങളിലും തടസ്സങ്ങൾ വന്ന് ഭവിക്കുന്നു എന്നതാണ് നിങ്ങൾ നേരിടുന്നതായ പല പ്രശ്നങ്ങളും. അതിനാൽ തന്നെ ജീവിതത്തിൽ തടസ്സങ്ങൾ വന്നു ചേരുന്നതിനാൽ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ നിങ്ങളിലേക്ക് വന്ന് ഭവിക്കാത്തതായ അവസ്ഥയുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതിരിക്കുവാനും നിരാശ വന്ന് ചേരുവാനും ഈ സമയം സാധ്യത അല്പമുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. അതായത് ഇപ്പോൾ നിങ്ങൾ വളരെ പ്രതീക്ഷിക്കുന്നതായ ഒരു കാര്യം നടന്നില്ല എങ്കിൽ അത് ഒരിക്കലും നടക്കില്ല എന്നല്ല അർത്ഥം. തൽക്കാലം ആ കാര്യം ഇപ്പോൾ നടക്കാനുള്ള സമയമായിട്ടില്ല അല്ലെങ്കിൽ ഉചിതമായ സമയമായിട്ടില്ല എന്ന് മാത്രമേ ഇതിലൂടെ നിങ്ങൾ അർത്ഥമാക്കുവാൻ പാടൂ. നിരാശയാൽ പിന്നീട് ആ കാര്യവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യാതെ ഇരിക്കരുത്. അത്തരം കാര്യങ്ങളിൽ ശ്രമങ്ങൾ നടത്തുക. അത് നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യും അല്ലെങ്കിൽ അനുകൂലമാകുവാൻ സഹായകരമായി തീരും എന്ന കാര്യം പ്രത്യേകമായി ഓർക്കുക. ഒരു വ്യക്തിയിൽ നിന്നും അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്നതായ ഒരു വ്യക്തിയിൽ നിന്നും ചതി പ്രതീക്ഷിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ആ വ്യക്തിയിൽ നിന്നും അത്തരത്തിൽ സംഭവിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണം എന്നില്ല. അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു വ്യക്തി നിങ്ങളുടെ നാശം കാണുവാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് വാസ്തവം. ശരിയായ സമയത്ത് ഇഷ്ടദേവത ആ വ്യക്തിയെ നിങ്ങൾക്ക് കാണിച്ചു തരും അല്ലെങ്കിൽ സൂചനകൾ പ്രകടമാകും എന്ന് തന്നെ ഓർക്കുക. അതിനാൽ ഇഷ്ടദേവതയെ നിങ്ങൾ നിത്യവും ആരാധിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പല കാര്യങ്ങളും ഇപ്പോൾ നടന്നില്ല എന്നിരുന്നാൽ പോലും സമയം ചെല്ലും തോറും അതിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നു എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ വ്യക്തത പുലർത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവ്യക്തമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിൽ വ്യക്തത വരുത്തി മുന്നോട്ട് പോവുക. തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിവുള്ളവരാണ് നിങ്ങൾ. അത് ശരിയായ രീതിയിൽ തന്നെ എടുത്ത് മുന്നേറുവാൻ സാധിക്കുന്നവരാണ് എന്ന് നിങ്ങൾ മറക്കാതിരിക്കുക. അതിനാൽ തന്നെ വലിയ മാറ്റങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് അടുത്ത് തന്നെ സംഭവിക്കാം. എന്നാൽ അതിൽ തടസ്സങ്ങൾ വന്ന് ചേർന്നു എന്ന് വരാം. അത് താൽക്കാലികമായി നടക്കില്ല എന്ന് മാത്രമാണ് നാം ഉദ്ദേശിക്കേണ്ടത് അഥവാ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം. അത് പിന്നീട് നടക്കുന്നതാകുന്നു. വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. എന്നാൽ ഇപ്പോൾ സമയം അനുകൂലമല്ല എന്ന് മാത്രം മനസ്സിലാക്കുക. ഭാവിയിൽ അത് നിങ്ങൾക്ക് നടക്കുക തന്നെ ചെയ്യും. അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന നിങ്ങൾക്ക് ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. അതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ പല അവഗണനകൾക്കും നിങ്ങൾക്ക് മറുപടി നൽകുവാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിഞ്ഞ് പരിഗണന നേടി മുന്നേറുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. ഇപ്പോഴത്തെ തടസ്സങ്ങൾ, ആ പ്രയാസങ്ങൾ പാഠമായി തന്നെ നിങ്ങൾ കണക്കാക്കേണ്ടതാകുന്നു.
വളരെ വേണ്ടപ്പെട്ട വ്യക്തികൾ അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഗുണകരമായി മാറുവാൻ ഗുണകരമായ കാര്യങ്ങൾ പ്രദാനം ചെയ്യുവാൻ സാധിക്കുന്നതായ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടും ചില പാളിച്ചകൾ സംഭവിക്കാം. ഇടപഴകുമ്പോൾ അതിനാൽ വളരെ ശ്രദ്ധയോടെ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കഠിനാധ്വാനം നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യം തന്നെയാകുന്നു. അതിലൂടെ പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, അഥവാ വിജയങ്ങൾ കരസ്ഥമാക്കി മുന്നേറുവാൻ സാധിക്കും എന്ന കാര്യം നിസ്സംശയം നിങ്ങൾ ഓർത്തിരിക്കുക. മറ്റുള്ളവരെ വിശ്വസിക്കാതെ സ്വയം കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുക. അതിന് സാധിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. സ്വയം കാര്യങ്ങൾ ചെയ്ത് മുന്നേറുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാകുന്നു. നിങ്ങൾ വിചാരിച്ചാൽ അത് നടക്കും എന്ന കാര്യം ഓർക്കുക. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. മുന്നിട്ടിറങ്ങിയാൽ നിങ്ങൾക്ക് അതിന് സാധിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ഈ സമയം ഇഷ്ടദേവതയിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് ക്രമേണ അനുകൂലമായി തീരും.